അടുത്തൊരു ജനറേഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ളവരുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് മക്കൾക്ക് നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കണം. 2 വിദ്യാഭ്യാസവും നുകരാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നാൽ ഒരുപാട് IAS-കാർ ഇവിടെ വേണം, IPS-കാർ വേണം, IFS-കാർ വേണം. അതേ വന്യരായ കാന്തപുരം ഉസ്താദ് ദീർഘദൃഷ്ടിയുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്കുള്ള പരിഹാരം എന്താണ്? പൊട്ടാത്ത ബോംബുണ്ടാക്കലല്ല, സായുധ വിപ്ലവം നടത്തലല്ല, അതേ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറലല്ല, അതേ സംഘടനകൾക്ക് രൂപം കൊടുത്തിട്ട് പാതിരാത്രിയുടെ ഇരുളിന്റെ യാമങ്ങളിൽ ഇരുളിന്റെ സന്തതികളായി രഹസ്യയോഗം കൂടലല്ല. മറിച്ച് ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? ദീനനുസരിച്ച് ജീവിക്കുക, ഈമാനോടെ മുന്നേറുക, അതോടൊപ്പം കാലത്തിന്റെ കാലൊച്ചകൾക്ക് കാതോർക്കുക, സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുക, വിദ്യാഭ്യാസമുള്ളവരാവുക. നമ്മളെ മക്കൾക്ക് വിദ്യ പകർന്നു കൊടുക്കണം. അങ്ങനെ ഒരു വിദ്യാഭ്യാസമുള്ളവരാകുമ്പോ രാജ്യം ആര് ഭരിക്കട്ടെ ഭരിക്കാതിരിക്കട്ടെ, പക്ഷേ ഭരണം നിയന്ത്രിക്കുന്ന ഭരണതലങ്ങളിൽ അവർക്ക് അഡ്വൈസ് നൽകുന്നതാരാണ്? ആ രംഗത്ത് മുസ്ലിം സമൂഹത്തിന്റെ പ്രാതിനിധ്യം എന്താ? അതുകൊണ്ട് ഈ സമുദായത്തിൽ ഒരുപാട് IAS-കാരുണ്ടാകണം, IPS-കാരുണ്ടാകണം, IFS-കാരുണ്ടാകണം. അത് ഈ സമുദായത്തിന് അഭിമാനമാണ്. അവർ നിസ്കരിക്കുന്നവരാകണം, മതബോധമുള്ളവരാകണം, ദീനനുസരിച്ച് ജീവിക്കുന്നവരാകണം. അൽഹംദുലില്ലാഹ് ശൈഖുനാ കാന്തപുരം ഉസ്താദ് SSF-ന്റെ സ്റ്റേറ്റ് നേതൃത്വത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉടനെ സിവിൽ സർവീസ് അക്കാദമിക്ക് രൂപം കൊടുക്കണം. ഇന്ന് ഈ ജില്ലയിലെ ഇരിങ്ങല്ലൂരിൽ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഈ സമുദായത്തിന്റെ അഭിമാനഭാജനങ്ങളായി വരും നാളുകളിൽ ഇൻഷാ അല്ലാഹ് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളുടെ ജില്ലാ കളക്ടർമാരായി വരാനിരിക്കുന്ന നല്ല ദീനുള്ള ആഖിറം ചിന്തിക്കുന്ന മതത്തോട് പ്രതിപത്തി പുലർത്തുന്ന യുവാക്കളെ നമ്മുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.